ഫൈറ്റ് ഇടി ഇടി 1.5 ടൺ വെയിറ്റ് ഇടി തന്നെ. പെപ്പയുടെ ഒരു പുഷ്പയാണ്. പുഷ്പ ഇത്രയൊന്നുമില്ല, നമുക്ക് കഥ നോർമൽ കഥ തന്നെയാണ്. പക്ഷെ നമുക്ക് BGM-ഉം ഫൈറ്റും കാണാം. പിന്നെ അവസാനത്തെ ഒരു ക്യാമിയോ, ആരും പ്രതീക്ഷിക്കാത്ത ഒരു ക്യാമിയോ ഉണ്ട്. ക്യാമിയോ തിയേറ്ററിൽ കത്തിച്ചോ? അത് തന്നെ കൊള്ളാം. പിന്നെ ഒരു മാർക്കോ ഒരു ഇതും കൂടെ ഉണ്ട്. ക്വാളിറ്റി ഒക്കെ പക്കാണോ? ക്വാളിറ്റി കൊള്ളാം, മേക്കിംഗ് അടിപൊളിയായിട്ടുണ്ട്. ഫൈറ്റ് ഇടി ഇടി ക്വാളിറ്റി കൊള്ളാം. പിന്നെ രവി ബസന്റെ BGM ആണ് ഇതിന്റെ സോളം എന്ന് പറയുന്നത്. പടം തൂക്കിയത് ക്യാമിയോ ആണ്, ആരും പ്രതീക്ഷിക്കാത്ത ഒരു കിടിലൻ ക്യാമിയോ. ഡ്യൂറേഷൻ 2 hours ഉള്ളൂ. ഒരു വാച്ചബിൾ ഫ്ലിക്ക് തന്നെയാണ്. പടം കൊള്ളാം. ന്യൂ ജനറേഷൻ ആയിട്ട് നല്ല പവർ പഞ്ച്, പെപ്പയുടെ നല്ല പവർ പഞ്ച്, പെപ്പയുടെ കിൻഡല് നല്ല കൂറ്റലിടികളാണ്. വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെയായിട്ട് മാർക്കോ വേറൊരു സാധനം, ഇത് വേറെ സാധനം. ഒരു പുഷ്പ ലെവലൊക്കെ ഉണ്ടോ? ഇത് അത് തന്നെ, പുഷ്പ KGF അതും ഇതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഉണ്ടാക്കിയ ഒരു പടം. ആർക്കിന് വേണ്ടി ഓർഗനൈസ് ഒരു പടം കൊള്ളാം. അടുത്ത പെപ്പയുടെ ഒരു പുഷ്പയാണോ? അങ്ങനെ ചോദിച്ചാ കൊള്ളാം. ഞാൻ പുള്ളിയുടെ പടം വേണ്ടോ കാണാൻ വന്നത്. അതൊരു മാർക്കോ ലെവലൊക്കെ സംഭവം, മാർക്കോ ലെവലൊക്കെ ഉണ്ടോ? ആ ലെവല് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ പോയി കണ്ടതാണ്. ഒരു മാസ് മസാല പടം എന്ന് പറയാം. എനിക്ക് ഒരു മലയാളത്തിൽ ഒരു KGF-ന്റെ ഒരു ലൈൻ പിടിക്കാനാണ് അവർ നോക്കിയത്. കൂടുതൽ മറ്റേ BGM അങ്ങനെയൊക്കെയാണ് ഓരോ ക്യാരക്ടർ വരുമ്പോഴും ഭയങ്കരമായിട്ട്. പക്ഷെ പടം എടുത്തിട്ടുള്ള ഒരു മാസ് ആയിട്ടാണ് എടുത്തേക്കണത്. ഈ പറഞ്ഞ പോലെ എനിക്കൊന്ന് ബഡ്ജറ്റിലൊന്നും ഒരു ഇഷ്യൂ ഉണ്ടെന്ന് തോന്നണില്ല. അങ്ങനത്തെ രീതിയിലാണ് എടുത്തേക്കണത്. അതെ, അതിന്റെ മേക്കിംഗ് തന്നെ അവർ ഇടയ്ക്ക് കാണിക്കും. നമ്മൾ ഇത്രയും കാണിച്ചിട്ട് കഷ്ടപ്പെട്ടില്ല. ആനയൊക്കെ വെച്ചിട്ട് കുറെ സീനുകളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല കഷ്ടപ്പാടാണ്, എഫേർട്ട് കുറെ ഇട്ടിട്ടുണ്ട്. പക്ഷെ എനിക്കതൊരു മെയിൻ ആളില്ലേ, അതായത് ഇതിന്റെ മെയിൻ എന്ന് പറയുന്നത് ആന്റണി. പക്ഷെ ആന്റണിക്ക് ആ ഒരു ഇതെനിക്ക് ആ ക്യാരക്ടറിന് പലപ്പോഴും ആ ഒരു ഡെപ്ത് ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി. സമയത്ത് ഞാൻ ചുമ്മാ ഫോൺ എടുത്ത് നോക്കി. അതായത് രാവിലെ 9 മണിക്കത്തെ ഷോ കഴിഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ ഫോൺ എടുത്ത് നോക്കി, വെറുതെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് ആദ്യം കാണുന്നത് കാട്ടാളനെ കുറിച്ചുള്ള ഒരു നെഗറ്റീവ് റിവ്യൂ ആണ്. നെഗറ്റീവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കട്ട നെഗറ്റീവ് റിവ്യൂ. അതായത് ആ പടം തീർന്നിട്ടില്ലടൂ. അതൊന്ന് തീർന്നിട്ട് നിങ്ങൾ നെഗറ്റീവ് ഇടുകയാണെന്നുണ്ടെങ്കിൽ, ഇത് ഓൾറെഡി അത്രയും വലിയ പാരഗ്രാഫാണ്, ഇത്രയൊക്കെ അയാൾ ടൈപ്പ് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് എനിക്കതൊരു വളരെ മോശം ഡീഗ്രേഡിങ് പരിപാടിയായിട്ടാണ് തോന്നിയത്. സിനിമ പക്ഷെ കാണുന്നതിന് മുമ്പ് ഇടുന്ന റിവ്യൂ എന്ന് പറയുന്നത് മറ്റേ പ്രൊഡ്യൂസേഴ്സൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന പോലെ റിവ്യൂ ബോംബിംഗ് പരിപാടിയാണ്. അത് മോശമാണെന്നേ ഞാൻ പറയുള്ളൂ. എന്തായാലും ഈ സിനിമയെക്കുറിച്ച് എൻ്റെ അഭിപ്രായം എന്താണെന്ന് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാനാണെങ്കിൽ, അവർക്കൊരു താരത്തിൻ്റെ ഒരു 1 day ഡേറ്റ് എന്തോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വെച്ച് അവർ ചെയ്തിട്ടുള്ള കാര്യവും പിന്നെ ഒരു അനൗൺസ്മെൻറ്റ് പരിപാടിയുണ്ട്, അതും. ഈ 2 കാര്യങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ തിയേറ്ററിൽ എനിക്ക് ഹൈ തന്ന ഒരു മൊമെൻറ്റ് പോലും ഇല്ലാത്തൊരു സിനിമയുടെ തുടക്കത്തിൽ KGF-ന്റെ കഥ അതിൻ്റെ ഒരു വേറൊരു പെർസ്പെക്റ്റീവിൽ നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ സലാറിലേക്കും അങ്ങനെ പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുള്ള പല സീക്വൻസുകളും വരുന്നത് ഒന്നുമില്ല. പ്രത്യേകിച്ച് പടത്തിൽ ഒരു ഹൈ മൊമെൻറ്റോ ഒരു ഇമ്പാക്റ്റോ ഒന്നുമില്ലാതെ ഭയങ്കര പ്ലെയിനായിട്ടാണ് ഈ ഒരു പടം പോവുക. ഭയങ്കര മാസമായിട്ടുള്ള എന്തൊക്കെ ഇവർ കാണിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് അവിടെ ഒന്നും ഫീലായില്ല. സെയിം സംഭവം തന്നെ. അവസാനമൊക്കെ വരുമ്പോൾ എൻ ക്രെഡിറ്റ് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഓൾറെഡി ഇവിടെ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് കഴിഞ്ഞിട്ടില്ല. ഒന്നാമത് ഈ കഥ, ഇതിൻ്റെ പീക്ക് സാധനം പുഷ്പയിൽ നമ്മൾ കണ്ടതാണ്. ഞാനിത് കമ്പാരിസൺ പറയില്ല. ഒരു സാധനം, ഒരു പടത്തിൻ്റെ മൂവിയുടെ പ്ലോട്ട്, ഒരു കഥ ഒക്കെ എടുത്തു വെച്ച് ഇവർ അത് എലാബറേറ്റ് ചെയ്യുന്ന സമയത്ത് ഓക്കെ, ഇതിനകത്ത് നമ്മൾ മറ്റേ സാധനമൊന്നും പ്രതീക്ഷിക്കുന്നില്ല, ലോജിക്ക് തേങ്ങ വാങ്ങിയൊന്നും. കുറേയൊക്കെ എക്സാജുറേറ്റഡ് ആണ്, ലാർജർ ദാൻ റിയൽ ലൈഫ് ആണെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ എത്ര ഔട്ട്ഡേറ്റഡ് അല്ലേ കഥ, ഭയങ്കര ഔട്ട്ഡേറ്റഡ് കഥ. പരിപാടി ഒന്നുമില്ല, കാട്ടിൽ കാട്ടവതാരം എന്ന് വേണം പറയാം. അതുണ്ട്. സത്യം പറഞ്ഞാൽ കൈയടിക്കണം, പക്ഷെ തിയേറ്ററിൽ ഒരു ശകലം പോലും അനങ്ങിയിട്ടില്ല. ഒരു യൂണിവേഴ്സാണ്, ഒരു പുതിയൊരു കോൺസെപ്റ്റാണ്. ക്യാപിറ്റൽ 616 എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒക്കെ വെച്ചുകൊണ്ട് അതിൽ നിന്ന് വന്നേക്കുന്ന സിനിമകളുടെ ഒരു സിനിമയാണ് നമ്മളിപ്പോൾ ഈ കണ്ടിരിക്കുന്ന സംഭവം. ഇനി മുന്നോട്ടേക്ക് ഒരുപാട് സിനിമകളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ഈ സിനിമയെ കുറിച്ച് വേണ്ട നമുക്ക് ആദ്യം പറയാനായിട്ട്. ഇന്ന് ഞാൻ കണ്ടത് കാട്ടാളനാണോ അതോ കട്ടവരാതമാണോ എന്നുള്ളൊരു കാര്യം ഞാൻ സ്വയം ചിന്തിച്ചു. ഭയങ്കര നിർവികാരതയായിരുന്നു. അതായത് സിനിമ ഒരു ആക്ഷൻ സിനിമയാണ്, ഒരു പക്ക ആക്ഷൻ സിനിമയാണ്. ഞാൻ തുടക്കത്തിൽ തന്നെ പറയാം, ഈ പടം ഞാൻ ആദ്യമേ പറയാം, ഇതിൻ്റെ ബാക്കിയുള്ള അഭിപ്രായം കണ്ടിട്ട് ഇതൊരു മോശം സിനിമയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇത് ഒരിക്കലും ഒരു ബാഡ് മൂവി അല്ല. ഇത് അത്യാവശ്യം നല്ല ഭയങ്കര മേക്കിംഗ് ഉള്ള, അത്യാവശ്യം കണ്ടിരിക്കാവുന്ന ഒരു മാസ് ആക്ഷൻ സിനിമയാണ് കാട്ടാളം. ബട്ട് എനിക്ക് ഒരുപാട് ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്. കാരണം ഇത് ഒരു നെക്സ്റ്റ് ലെവൽ സാധനത്തിലോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പരിപാടി ഇതിനകത്തുണ്ടായിരുന്നു. ഈ പടം കാണുമ്പോൾ നമുക്ക് KGF, RRR, മറ്റേ സലാർ, പുഷ്പ ഇതൊക്കെ ഓർമ്മ വരും. ഇതിൽ 3 സീൻസ് ഉണ്ട്. അതിനകത്ത് 2 സീനുകളാണ് എനിക്ക് ആകെ ഇഷ്ടപ്പെട്ടത്. എന്താണെന്ന് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ട് എൻജോയ് ചെയ്യുക. എന്താണ് ഒന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ആള് കിടിലായിട്ടുണ്ട്. ഈ സിനിമയിലുള്ള വേറെ എല്ലാ ക്യാരക്ടേഴ്സിനേക്കാളും
പുള്ളി വന്ന് തൂക്കി എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. ഈ സിനിമയിൽ ആകെ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. ഈ സിനിമയിലുള്ള ബാക്കി ഒന്നും എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അടി 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 അടിയോടടി ഇതാണ് പട്ടം. ഒരു ത്രൂ ഔട്ട് എന്ന് വെച്ചാൽ ഒരു 20 മിനിറ്റ് 120 മിനിറ്റും അടി മാറിയിട്ടുള്ള ഒരു 2 മിനിറ്റ് ഇല്ല, ഗ്യാപ്പ് ഇല്ല. ഇത് നിങ്ങൾക്ക് ത്രൂ ഔട്ട് ഒരു അടിപ്പട്ടം കാണണമെങ്കിൽ കയറാം, അല്ലാതെ കഥയോ ലോജിക്കോ ഒന്നും കാണാൻ വേണ്ടിയിട്ട് കയറരുത്, സീരിയസ്ലി കയറരുത്.